ഹായ് അമ്മ. ഹായ് അമ്മമാരെ, ഞാൻ സുഖമായിട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. എന്താണ് അറിയില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉറക്കം വരിക, ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരികയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഓക്കെ ആയിട്ടോ, ഇന്ന് ഞാൻ ഭയങ്കര ഉഷാറാട്ടോ. അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അമ്മമാർക്ക് വേണ്ടിയാണേ. ആരോടാ വർത്താനം? ഇന്നലെ അമ്മ പറഞ്ഞില്ലേ, വിമലമ്മയും പിന്നെ ശ്രുതി അമ്മയും പിന്നെ മറ്റേ എനിക്കറിയില്ല, DS ചാനൽ എന്ന് പറയും. DS ചാനൽ മാത്രം അറിയാം. അമ്മയുടെ പേര് എനിക്കറിയില്ല. അമ്മ പറഞ്ഞില്ലേ മോന്റെ ശബ്ദം കേൾക്കണം എന്ന്. അതാ, ഓക്കെ ശരിയാണ്. അപ്പൊ ഇന്ന് എന്തുമണി ഉഷാറാണ്. ഇന്ന് എന്റെ മുടിക്കാനായിട്ടിരിക്കുന്നുണ്ട്. മുടിയും താടി വളർന്നിട്ടാണ് തോറ്റ. ഞാൻ താടി പിന്നാള് പറഞ്ഞ ഞാൻ തന്നെ വെട്ടിയത്. അപ്പൊ ആദ്യം താടി വളർന്നോളി. പിന്നെ ഇവിടെ ഇന്നലെയും വൈകുന്നേരം മഴ കിട്ടിയിട്ട് അപ്പോൾ ചെറിയൊരു ഉഷ്ണത്തിന് കുറവുണ്ട്. പറഞ്ഞത് ഫാൻ ഇടാണ്ട് ഇരിക്കാൻ പറ്റില്ല. ഫാൻ ഇട്ടില്ലെങ്കിൽ ഞങ്ങളുടെ സൗണ്ട് ക്ലിയർ ആകാത്തതുകൊണ്ടാണ് ഫാൻ ഇടുന്നത്. അപ്പം ഇന്നാണ് ഉഷാറാണ്. ഇന്നലെ വൈകുന്നേരം ഫുഡ് കഴിച്ചാൽ കിടന്ന് ഉറങ്ങി. അപ്പം ഞാൻ നല്ല തണുപ്പുണ്ടായിരുന്നു, AC ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ പുറത്തുനിന്ന് തണുപ്പുണ്ടായിരുന്നല്ല. അപ്പം ഞാൻ ഷർട്ട് ഇടിച്ചിട്ട് എന്നെ കിടത്തി. കുറച്ച് ഞാൻ എനിക്ക് ഇന്നലെ റെസ്റ്റ് തീരെ കിട്ടാത്തതുകൊണ്ടൊന്നും അറിയില്ല, ഭയങ്കര ക്ഷീണം എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നല്ല ഉറക്കത്തിലാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ TV എനിക്ക് വിളിക്കുമ്പോൾ കെട്ടി പിടിക്കും. നോക്കുമ്പോൾ വയർത്ത് കുളിച്ച് കിടക്കുക. കമ്പിളിയാണല്ലോ പുതയ്ക്കുന്നത്, ബ്ലാങ്കറ്റ് ആണല്ലോ. അപ്പോൾ ഉറക്കത്തിനെല്ലാം എനിക്ക് ഷർട്ടൊക്കെ ഊരി ഷർട്ടൊക്കെ ഊരി ബ്ലാങ്കറ്റ് എടുത്ത് ആദ്യം പുതപ്പിച്ചു. ഉറക്കത്തിൽ ഞാൻ ഉറങ്ങണമെങ്കിൽ പോലും മനസ്സ് വിട്ട് ഉറങ്ങില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഒന്ന് നോക്കും, ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യും. എപ്പോഴും ശരി അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അങ്ങനെയാണ്. അസുഖം ഉണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നോക്കും. അലാറം വയ്ക്കും. ഞാൻ ഒരു മണിക്കൂറൊക്കെ വിളിച്ച് എന്നിട്ട് എനിക്ക് നോക്കും കൊച്ചിനെ. ഇപ്പം അത് പനിയുണ്ടോ, അങ്ങനെ പനിയൊക്കെയുള്ള സമയത്ത്. ഇന്നലെ പിന്നെ ക്ഷീണമായിരുന്നല്ലോ. വൈകുന്നേരം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറുമ്പൻ ഇങ്ങനെ കാണുന്ന പോലെ ഒന്നല്ല, മൂക്ക് മുറിച്ച് പറയാൻ തോന്നിയ ആനമൂക്കൻ. കണ്ടില്ലേ, ആനമൂക്കൻ. ഞാൻ അവനിട്ട് പേരാണ് ആനമൂക്കൻ. ആദ്യം നേരത്തെ എന്നോട് ചോദിക്കുകയാണേ എന്താ വെച്ചത്? അമ്മയുടെ അല്ലല്ല, ഞാൻ നീ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അമ്മയുടെ പേരെന്താണ് ഞാൻ തന്നെ പറഞ്ഞു. അമ്മയുടെ പേരെന്താണ്? അപ്പം എൻ്റെ പേര് ഞാൻ പറയട്ടെ. എൻ്റെ പേര് അനന്തകൃഷ്ണൻ എന്നാണ്. അവൻ്റെ പേര് രത്നാണ്. പിന്നെ എനിക്ക് വേറെന്ത് പേരല്ല, ഞാൻ പറയുന്നില്ലത്. അറിയാ പേരെന്തൊക്കെയാന്ന്. അയ്യോ, കുറ്റപ്പേരൊന്നുമല്ലോ. എന്നിട്ടായിരുന്നു അമ്മ പറഞ്ഞ ഇറിറ്റേറ്റ് പറയില്ലേ. ചില സമയത്ത് ഞാൻ പിച്ചി. ഈ കാക്ക പറക്കൂല, എന്താ മനുഷ്യനെ പറക്കാൻ പറ്റാത്ത? പറഞ്ഞൂടെ, ആരെയും പറഞ്ഞ പറക്കണ്ടെന്ന് നീ പറഞ്ഞു. ഏറോപ്ലെയിൻ പോകുന്നുണ്ട്, അപ്പൊ എന്താ ബസ്സിന് ഇതുപോയി പറന്ന് പൊക്കൂടെ അന്തരീക്ഷത്തിൽ, ഓട്ടോറിക്ഷയ്ക്കൊക്കെ പറക്കാലോ. നീ ഓട്ടോറിക്ഷയിൽ പറയാ എനിക്ക് റോട്ട് കൂടെ ഓടണ്ട, പറന്നു പോയാൽ മതി. ഓട്ടോറിക്ഷക്കാരനോട്, സുഖേട്ടനോട്, ഞങ്ങൾക്ക് സ്ഥിരം ഓട്ടോറിക്ഷ സുഖേട്ടൻ. അവന് പന്തല് കാണിക്കാനും പൂരത്തിനെ കൊണ്ടുപോകാൻ വളരെ ഇങ്ങനെ പോയി. അവിടെ ചുവ്വയിൽ വീട് വെച്ചാലോ, ഭൂമിന്ന് പോയിട്ട് ചുവര് വെക്കണേ. ചുവരിന് എന്താ വേണ്ട ചെയ്ത്? നീ ചുവരിക്ക് പോവേ. ഞാൻ ഈ ഭൂമിയിലാ. എന്തേ, നമുക്ക് ചുവയിൽ പോവാം, നമുക്ക് എല്ലാം അറിയണ്ടേ. നീ ചുവയിൽ പോയി വീട് വെക്കുക, ഓട്ടോറിക്ഷ പറക്കാൻ പറയാ. എന്നിട്ടാണ് നീ സ്വയം പറക്കുക. രാത്രി ഇവിടുന്ന് ഒരു പറക്കല് കിടക്കണ റൂമിലേക്ക്, പിന്നെ അവിടുന്ന് ഒരു പറക്കല് ടോയ്ലറ്റിന് ഒരു പറക്കല് ഈ റൂമിലേക്ക്. അതല്ല, ചുവ്വേറ്റ് പോവാൻ പറ്റും. എന്താ തിങ്കളേറ്റ് പോവാൻ പറ്റാത്ത? ബുധനേറ്റ് ആ കളി തിങ്കളേറ്റ് പോവാ, ശനിയേറ്റ് പോവാന്ന് പറഞ്ഞു. ചുവ്വേറ്റ് പോവാന്നാ പറയണേ. എന്താ ശനി തിങ്കൾ ഗ്രഹം ഉണ്ടാ? അതാണ് കിട്ടാ. നീ തിങ്കൾ എന്നുള്ള ഗ്രഹം പഠിച്ചിട്ടുണ്ടോ? പിന്നെ ശനി എന്നുള്ള ഗ്രഹം പഠിച്ചിട്ടുണ്ടോ? ശനി ഉണ്ടല്ലോ അല്ലേ? ശനി ഉണ്ട്.
ശനി ഉണ്ട്. പിന്നെ ഏതാ നീ പഠിപ്പ വെള്ളിയാ? ബുധൻ. ബുധനും വെള്ളിയും പഠിച്ചു. ബുധനും ഉണ്ട്. അത്ര ഉണ്ട്. തിങ്കളും വ്യാഴം തിങ്കളും വ്യാഴം വെള്ളിയൊന്നും ഇല്ല. ബുധൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, ശനി. കാശ് അതിൻ്റെ അടിയിലുണ്ടോ? അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല. അത് 20ന്റെ കോയിനാ. അതാ മന്തി ഓർഡർ ചെയ്തതിന്റെ ചേച്ചിയുടെ മകനാ മന്തി. എന്തിനത്? ചേച്ചിയുടെ മകൻ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പൈസ ഞങ്ങള് പൈസ കയറുന്ന നോൺ കേട്ടാ. അണ്ടിന് സ്വതവേ നോണിനോട് തീരെ താല്പര്യമില്ലാത്ത ആളാണ്. പിന്നെ ഞാൻ എല്ലാം ശീലിപ്പിച്ചിട്ടുണ്ട്. നമ്മളെവിടെയെങ്കിലും ഒരു യാത്ര പോയപ്പോ എന്തെങ്കിലും കിട്ടിയെങ്കിൽ വെജിറ്റേറിയൻ കിട്ടിയ പണിയല്ലേ, അങ്ങനെയെല്ലാം ശീലിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കഴിക്കില്ല. വളരെ റയറായിട്ട് എന്തെങ്കിലും കഴിച്ചാലേ ഉള്ളൂ. ഞങ്ങള് വൈശാഖൊന്നും മീനടിച്ചാനൊന്നും കഴിക്കില്ല. വല്ലപ്പോഴും കൊല്ലത്തിലൊരു വൈശാഖം, പിന്നെ എന്തിട്ടാടാ 30 തിങ്കൾ, 30 ചൊവ്വ, 30 വെള്ളി, പിന്നെ ഏകാദശി, ഷഷ്ടി ഒക്കെ നോക്കി വരുമ്പോ നോൺ കഴിക്കാറില്ല. അപ്പൊ അവനത് വേണം. അപ്പൊ ഇന്ന് ഞാൻ എന്താ മാങ്ങി മുരിങ്ങക്കായാണ് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബീൻസ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ്. പിന്നെ അതിൻ്റെ ഇതിൻ്റെ പറഞ്ഞാണ്ട് സദ്യയുടെ പുളിയിഞ്ചി ഇരിക്കുന്നുണ്ട്. അച്ചാറുകൾ 2-3 തരം ഇരിക്കുന്നുണ്ട്. തൈരുണ്ട്. തൈര് പക്ഷെ നമ്മൾ രാത്രി കൂട്ടില്ലല്ലോ, തൊണ്ട കെട്ടില്ലേ. അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പോട്ടെ എന്നാണ്. പക്ഷെ അവർക്ക് പറ്റില്ല, എന്തെങ്കിലുമൊക്കെ നോൺ വേണം. പിന്നെ മന്തി അമ്മ അടച്ച് വെച്ചിട്ട് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മന്തി വന്നതിൻ്റെ പൈസയാണ് 240 രൂപ. തുളച്ചാറ് ചോദ്യങ്ങളല്ലാത്ത ചോദ്യങ്ങൾ വളർത്തുന്ന ചോദിച്ചു. പിന്നെ നിന്റെ അമ്മമാര് തരും മറുപടി നിനക്ക്. തിങ്കളും വെള്ളിയും വ്യാഴവും ഒക്കെ 3 അമ്മമാരുണ്ട് ഇപ്പൊ അവന്, ഞാൻ കൂടാതെ. അപ്പൊ ആ 3 അമ്മമാര് തരും നിനക്ക് മറുപടി ഇട്ട്. എന്തായാലും നിന്റെ സൗണ്ട് കേൾക്കണം എന്നാണ് പറഞ്ഞത് ഒരു അമ്മ. അപ്പൊ എന്തായാലും നിന്റെ സൗണ്ട് കേട്ടപ്പോ അമ്മയ്ക്ക് സമാധാനം ഉണ്ടോ, നിനക്ക് വയ്യൊന്നും ഇല്ലാന്ന് ഞാൻ പറയണ്ടായിരുന്നു. അതിന് 3 അമ്മമാരെ കിട്ടിയില്ല, ഞാൻ വേണ്ടല്ലോ തമാശക്ക്. അപ്പൊ അവന്നിട്ട് പറഞ്ഞറിയാം. എന്താ പറഞ്ഞേ? ഓർമ്മയില്ലേ? എനിക്ക് അമ്മമാര് അമ്മയും വേണം. അപ്പൊ അതൊന്നല്ലാണ്ട് പറഞ്ഞേ. അവനുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത്. അവൻ പറഞ്ഞത് അമ്മമാര് അല്ലല്ലോ എൻ്റെ അടുത്ത് എപ്പോഴും എൻ്റെ അമ്മയല്ലേ ഉണ്ടാവുക. എനിക്ക് എൻ്റെ അമ്മയിലെ എല്ലാ കാര്യങ്ങളും ചെയ്തേരും. എൻ്റെ മൂച്ചിക്കുട്ടിയല്ലേ എന്നാ പറഞ്ഞത്. എന്നാണ് പറയണേ. ഇപ്പൊ അവൻ പറഞ്ഞ അമ്മമാര് വേണം, ഈ അമ്മമാരും വേണമെന്ന്. അവന് ഇഷ്ടമാണ്. അവൻ ചോദിക്കും അമ്മ ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ആരൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന ആൾക്കാരെ കമൻറ്റ് ചെയ്യുന്ന പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അതിനെ സംബന്ധിച്ച് സ്വന്തവേ അങ്ങനെയാണ് കേട്ടോ. വീട്ടിലാരെങ്കിലുമൊക്കെ വരിക, അവനോട് വീട്ടിലാരെങ്കിലും വന്നാലും ഇപ്പോൾ ഒരു കല്യാണം ക്ഷണിക്ക് ഒരാൾ വന്നാലും അവർ വന്ന് ഇവനോട് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരാളെപ്പോൾ കണ്ടാൽ, അല്ലെങ്കിൽ അവനൊരു 1 വയസ്സിൽ 2 വയസ്സിൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഇപ്പോഴും വരച്ചോ നല്ല ഓർമ്മശക്തി അവൻ പറഞ്ഞു. പേരടക്കം പറയും. അത് ടീച്ചറായിരുന്നു, അത് മറക്കരുത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പം മറത്തൊരു കച്ചവടക്കാരും അവരകത്ത് വെച്ച് എഴുതിയിട്ട് വിവരം കിട്ടും. അങ്ങനെ ആരും എന്നാലും അവൻ്റെ അടുത്ത് പറഞ്ഞാൽ അവനോട് സംസാരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അവൻ കൂടുതൽ നേരം വീടിനകത്താണല്ലോ. നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കേസുകൾക്കല്ലേ അവനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ നേരം അകത്തായതുകൊണ്ട് തന്നെ ഒരാൾ വന്നാൽ ഭയങ്കര സന്തോഷമാണ് അവന്. അങ്ങനെ അവരോട് സംസാരിച്ചിരിക്കാനും ഒക്കെ. പിന്നെ ഇവിടെ ആരും വന്നാലും ഈ റൂമിലെ വരെ ഞങ്ങളുടെ ചേച്ചിയായാലും ഏട്ടിമയായാലും ആങ്ങളെയായാലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരും ഹോളിലോ സോഫയിലോ ഒന്നും ഇരിക്കില്ല. എല്ലാവരും കൂടി ഈ കട്ടിലും വന്നിരുന്നിട്ട് വർത്താനം പറയാം. അപ്പം അനന്തം ഉണ്ടാവുമല്ലോ ഇവിടെ. എല്ലാവരും ഈ കട്ടിലും വന്നിട്ട് വർത്താനം പറയാം അല്ലേ. അത്ര ആൾക്കാർ ഈ കട്ടിലിരിക്കും. താഴെ ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ താഴെ ഇരിക്കും. അങ്ങനെ കുറേ നേരം വർത്താനം പറയും. പിന്നെ അവരെ വല്ലപ്പോഴേക്കേ വരുള്ളൂ എല്ലാവരും. എല്ലാവർക്കും ഇപ്പോഴും വരാനും പറ്റില്ലല്ലോ. അതും ഒരു അവരുടേതായ കാര്യങ്ങളുണ്ടായാലും പറ്റാത്ത സമയത്തൊക്കെ എല്ലാവരും ഓടിയെത്താറുണ്ട് അന്തോനെ കാണാനായിട്ട്. വിജയലമ്മ വന്നു. വിജയലമ്മ പിന്നെ എല്ലാ വീഡിയോ അവരോട് പറയാം. എന്തിനാ ഇപ്പം എന്നും പറഞ്ഞു ഞാൻ ഇന്ന് എൻ്റെ മോനെ വീഡിയോയിൽ കാണില്ലേ എന്ന് നോക്കി. അപ്പം ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. വെറുതെ വർത്താനം പറഞ്ഞിരുന്ന സമയം നോക്കി. അപ്പോൾ കിളിയൊക്കെ തന്നെയാണ് കൂടുതലായി കിളിയാക്കല്. എനിക്ക് നിന്നെ കാണുമ്പോ അതല്ല തോന്നുന്നത്. വേണ്ട, ഒന്നും വേണ്ട. എന്താ പറയാന്ന് എന്നിട്ടാ ഞാൻ എപ്പോഴും പീരിയഡിപ്പിച്ചോണ്ടിരിക്കും. ഞാൻ കുളിപ്പിക്കാൻ പോകുമ്പോ കുളിമറിയില്ല പീരിയഡിപ്പിക്കും. ഊണ് കഴിക്കുന്ന സമയത്ത് പീരിയഡിപ്പിക്കും. എപ്പൊക്കെ പറ്റും എപ്പൊക്കെ പീരിയഡിപ്പിക്കും. പീരിയഡിപ്പിക്കും ഭയങ്കര ഇഷ്ടം ചക്കരക്കുട്ടീന്ന്. അതന്നെ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.
നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഒരുപാട് 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 ഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ നന്ദി സ്നേഹം അറിയിക്കണം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. ബൈ.